24 എക്സ്ക്ലൂസീവ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഇക്കാര്യത്തിൽ തമിഴ്നാട് സർക്കാരുമായി സമവായത്തിൽ എത്താൻ ശ്രമിക്കുകയാണ്. വിഷയത്തിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. ജലനിരപ്പ് ഉയർത്തി കൂടുതൽ വെള്ളം വേണമെന്ന് തമിഴ്നാട് കമ്പം MLA അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നതിനിടയിലാണ് കേരളത്തിലെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മുല്ലപ്പെരിയാറിൽ നിലപാട് വ്യക്തമാക്കിയത്. പുതിയ അണക്കെട്ട് വേണമെന്ന് മോൻസ് ജോസഫ് 24നോട്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായ രൂപീകരണത്തിന് ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മന്ത്രി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാവുക എന്ന് തന്നെയാണ് കേരള ഗവൺമെന്റിന്റെ അടിസ്ഥാന നിലപാട്. ഇത് നമ്മൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പം നടത്തിയെടുക്കണമെങ്കിൽ ഇനി സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിനാദ്യം സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് വേണം സുപ്രീം കോടതി അടുത്ത അപ്പീൽ അഫിഡവിറ്റ് നമ്മുടെ ആവശ്യം പറയാൻ. അപ്പോൾ ആ നിലയിൽ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും സുപ്രീം കോടതിയുടെ ക്ലിയറൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാനുള്ള ശ്രമവും നടത്തുക എന്നുള്ളതാണ് വകുപ്പ് തലത്തിലും സർക്കാരും ചെയ്യേണ്ടത്. അതൊരു ഭാഗത്ത് ചെയ്യും. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീം കോടതിയെ സമീപിക്കാനാകൂവെന്നും മന്ത്രി പറഞ്ഞു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.